നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് പെരിയ കുണിയ ദേശീയപാതയിൽ സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. വഴിയാത്രക്കാരനുൾപ്പെടെ 7 പേർക്ക് പരിക്ക്. ജഡ്ജിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പോലീസിനെ ഒരു രാത്രി മുഴുവനും വട്ടം കറക്കി. ഒടുവിൽ പോലീസ് പിടിയിൽ. തിരുവനന്തപുരത്തെ ഷംനാദ് ഷൗക്കത്ത് കുപ്രസിദ്ധ ഗുണ്ട. COA നീലേശ്വരം മേഖലാ സമ്മേളനം ചെറുവത്തൂരിൽ നടന്നു. COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും കേരള വിഷൻ ന്യൂസ് ചാനൽ MD-യുമായ പ്രിജേഷ് അച്ചാണ്ടി ഉദ്ഘാടനം ചെയ്തു. കർഷകരുടെ കണ്ണുനീർ നിറഞ്ഞ് ശിറിബാഗുലുവിലെ നെൽപ്പാടങ്ങൾ. വിളവെടുക്കാറായ 7 ഏക്കർ പാടത്തെ നെൽകൃഷി വെള്ളം കയറി നശിച്ചു. കനത്ത മഴയിൽ തൃക്കരിപ്പൂർ ഈയക്കാട് വീട് തകർന്നു വീണു. അപകടത്തിൽ വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. തേജസ്വിനി പുഴയെ തലോടി മനോഹരമായ കായൽ കാഴ്ചകൾ കണ്ട് ഓളപ്പരപ്പിൽ യാത്ര ചെയ്യാം. ശീതീകരിച്ച ഡബിൾ ഡെക്കർ AC ബോട്ട് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് പെരിയ കുണിയ ദേശീയപാതയിൽ സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. ബൈക്ക് യാത്രികരാണ് മരിച്ചത്. അപകടത്തിൽ കാറിലുണ്ടായിരുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ള 6 പേർക്കും ഒരു വഴിയാത്രക്കാരനും പരിക്കേറ്റു. ചൊവ്വാഴ്ച രാവിലെയായിരുന്നു അപകടം. പാസ്പോർട്ട് ആവശ്യത്തിനായി പയ്യന്നൂരിലേക്ക് പോകുകയായിരുന്ന ബദിയടുക്കയിലെ കുടുംബം സഞ്ചരിച്ച ഫോർച്യൂണർ കാറും ചട്ടഞ്ചാൽ സ്വദേശിയും കർഷകനുമായ ഗോപാലകൃഷ്ണൻ, സഹോദരി ഭർത്താവും CPCRIയിലെ മുൻ ജീവനക്കാരനുമായ പരവനടുക്കത്തെ നാരായണൻ എന്നിവർ സഞ്ചരിച്ച സ്കൂട്ടറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ സ്കൂട്ടർ യാത്രികർ തൽക്ഷണം മരിച്ചു. കാറിലുണ്ടായിരുന്ന ബദിയടുക്കയിലെ ഷാഹിൻ, ഭാര്യ സഹല, ബന്ധുക്കളായ ഷാഹിന, ഷംനാസ്, ഫാത്തിമ, ബദിയടുക്കയിലെ മുൻ പഞ്ചായത്ത് അംഗം അൻവറിൻ്റെ മകൾ 8 വയസ്സുകാരി ഹന ഫാത്തിമ എന്നിവർക്കും വഴിയാത്രക്കാരനായ ഹംസ എന്നയാൾക്കും അപകടത്തിൽ പരിക്കേറ്റു. പരിക്കേറ്റ കാർ യാത്രികരെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലും ഗുരുതരമായി പരിക്കേറ്റ വഴിയാത്രക്കാരനായ ഹംസയെ കാസർഗോഡ് ചെങ്കള നായനാർ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഓടിക്കൂടിയ നാട്ടുകാരാണ് പരിക്കേറ്റവരെയെല്ലാം ആശുപത്രിയിലെത്തിച്ചത്. സ്കൂട്ടറിലിടിച്ച കാർ ദേശീയപാത നിർമ്മാണ സ്ഥലത്തെ കുഴിയിലേക്ക് മറിഞ്ഞ നിലയിലാണ്. ചട്ടഞ്ചാൽ മണ്ഡ്യ തായത്തുവീട്ടിൽ നാരായണന്റെ മകനാണ് മരിച്ച ഗോപാലകൃഷ്ണൻ. ലക്ഷ്മിയാണ് ഭാര്യ. ഡോക്ടർ അമൃത, ധന്യ എന്നിവർ മക്കളാണ്. ഹരി, അംബുജാക്ഷി, രാധ, തങ്കമണി എന്നിവർ സഹോദരങ്ങളാണ്. രുക്മിണിയാണ് മരിച്ച നാരായണന്റെ ഭാര്യ. അരുൺ, അഖില എന്നിവർ മക്കളാണ്. കൃഷ്ണൻ നായർ സഹോദരനാണ്. ഗോപാലകൃഷ്ണന്റെ മൃതദേഹം കാസർഗോഡ് ജനറൽ ആശുപത്രിയിലും നാരായണന്റെ മൃതദേഹം കാസർഗോഡ് കിംസ് ആശുപത്രിയിലും സൂക്ഷിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജഡ്ജിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കാസർഗോഡ് പോലീസിനെ ഒരു രാത്രി മുഴുവൻ വട്ടം കറക്കി തിരുവനന്തപുരത്തെ കുപ്രസിദ്ധ ഗുണ്ട ഷംനാദ് ഷൗക്കത്ത്. ഹോട്ടലിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും ഇയാൾ പോലീസ് അകമ്പടിയിൽ യാത്ര ചെയ്തു. പുലർച്ചെയോടെ സംശയം തോന്നി ബാഗ് പരിശോധിച്ചപ്പോഴാണ് സുരക്ഷ നൽകിയത് ഗുണ്ടയ്ക്കാണെന്ന് പോലീസിന് മനസ്സിലായത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു പോലീസിനെ കബളിപ്പിച്ച നാടകീയ സംഭവം ഉണ്ടായത്. പത്തനംതിട്ടയിലെ ജഡ്ജി കാർ കേടായി റോഡിലുണ്ടെന്നും അദ്ദേഹത്തെ ലോഡ്ജിലേക്ക് കൊണ്ടുപോകണമെന്നും ആവശ്യപ്പെട്ട് നീലേശ്വരം പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ വിളി എത്തുകയായിരുന്നു. DCRB DYSP എന്നാണ് വിളിച്ചയാൾ പരിചയപ്പെടുത്തിയത്. ഇത് വിശ്വസിച്ച പോലീസ് ഉടൻ തന്നെ നീലേശ്വരം ഹൈവേയിലെത്തി തനിക്ക് ഭീഷണിയുണ്ടെന്നും ഉടൻ ഒരു ലോഡ്ജിൽ എത്തിക്കണമെന്നും കാറിലുള്ളയാൾ പോലീസിനോട് പറഞ്ഞു. ഇതോടെ പോലീസ് വാഹനത്തിൽ ഇയാളെ കാഞ്ഞങ്ങാട്ടെ ഒരു ഹോട്ടലിൽ എത്തിച്ചു. ഭീഷണിയുള്ള ജഡ്ജിയാണെന്ന് പറഞ്ഞതിനാൽ പോലീസ് സുരക്ഷയും ഏർപ്പെടുത്തി. ലോഡ്ജിൽ ഇരിക്കെ തനിക്ക് കണ്ണൂരിലേക്ക് പോകാൻ ഒരു ടാക്സി ഒരുക്കിത്തരണമെന്ന് അറിയിച്ചപ്പോൾ പോലീസ് അതിന് തയ്യാറായില്ല. പകരം റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ രാത്രി കണ്ണൂർ ഭാഗത്തേക്ക് ഇനി ഒരു ട്രെയിനുമില്ലെന്ന് സ്റ്റേഷൻ മാസ്റ്റർ അറിയിച്ചു. ഇതേ തുടർന്ന് വീണ്ടും ലോഡ്ജിലെത്തിച്ചു. അപ്പോഴേക്കും നേരം പുലർച്ചെയായിരുന്നു. ഇതിനിടെ ഇയാളുടെ പെരുമാറ്റത്തിൽ പോലീസിന് സംശയം തോന്നി തുടങ്ങിയിരുന്നു. ബാഗ് പരിശോധിച്ചപ്പോൾ കബളിപ്പിക്കപ്പെട്ടതായി പോലീസിന് മനസ്സിലായി. തുടർന്ന് ചോദ്യം ചെയ്തപ്പോൾ തങ്ങൾ സുരക്ഷയൊരുക്കിയത് തിരുവനന്തപുരം തോന്നിക്കൽ സ്വദേശിയായ കുപ്രസിദ്ധ ഗുണ്ട ഷംനാദ് ഷൗക്കത്തിനാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഒരു രാത്രി മുഴുവൻ കാസർഗോഡ് പോലീസിനെ വട്ടം കറക്കിയ ഷംനാദ് തിരുവനന്തപുരത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലെ 9 കേസുകളിലെ പ്രതിയാണ്. രാത്രിയിൽ കാഞ്ഞങ്ങാടുള്ള ബേക്കൽ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഹോട്ടലിൽ ഇതിൽ ഷംനാദ് എന്ന് പറയുന്ന കക്ഷി, ഇയാൾ സബ് കളക്ടറാണ്
കാഞ്ഞങ്ങാട് സബ് കളക്ടറാണ് എന്ന പേരിൽ റിസപ്ഷനിൽ പറഞ്ഞ് അവിടെ റൂം എടുക്കുകയും അതിന് മുന്നോടിയായിട്ട് ഇയാളുടെ ഒരു സുഹൃത്തായ ഒരു അബ്ദുള്ള ഈ ബേക്കൽ ഇൻ്റർനാഷണലിൻ്റെ മാനേജറെ വിളിച്ചിട്ട് ഒരു പോലീസ് ഓഫീസർ ഇന്ന് രാത്രി അവിടേക്ക് വരുന്നുണ്ട്, ഒരു പോലീസ് വണ്ടിയിൽ വരും, അയാൾക്കൊരു റൂം അറേഞ്ച് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞൊരു റൂം ബുക്ക് ചെയ്യുകയും അതിനുള്ള പേയ്മെൻറ്റ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തരാമെന്ന് പറഞ്ഞിട്ട് ഈ ബേക്കൽ ഇൻ്റർനാഷണലിൻ്റെ UPI ഐഡിൻ്റെ സ്കാനർ ഇതിൽ വാട്സപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ഈ കക്ഷി ഈ ഷംനാദ് ഇവിടെ വന്ന് റൂം എടുക്കുകയും രാത്രിയോട് തന്നെ രാത്രി ഒരു 2 മണി 3 മണിയോടുകൂടി അവിടുന്ന് വെക്കേറ്റ് ആകുകയും ചെയ്യേണ്ടത്. അപ്പോൾ പിന്നീട് പോലീസിൽ ഇങ്ങനെ ഒരു പരാതി വന്ന് പോലീസ് അന്വേഷണത്തിൽ ഷംനാദ് എന്ന് പറയുന്നയാൾ സബ് കളക്ടറോ അല്ല എന്നും ഈ അബ്ദുള്ള പറഞ്ഞത് സബ് ജഡ്ജ് എന്നാണ്, സബ് ജഡ്ജ് അല്ല എന്ന് പറഞ്ഞു. പോലീസിൻ്റെ അടുത്താണെങ്കിൽ ഇയാൾ മജിസ്ട്രേറ്റ് ആണെന്നും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ പറഞ്ഞതെല്ലാം കളവാണ് എന്ന് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തിരുവനന്തപുരംകാരനായ ഷംനാദിൻ്റെ പേരിൽ തിരുവനന്തപുരത്ത് പല പോലീസ് സ്റ്റേഷനുകളായിട്ട് 9 കേസുകൾ, ചീറ്റിംഗ് കേസുകളും കളവ് കേസുകളും ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിലെ ഈ ഷംനാദിനെ ഇന്നലെ അറസ്റ്റ് ചെയ്യുന്നതും. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഷംനാദിനെ കോടതിയിൽ ഹാജരാക്കി ഇയാളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COA നീലേശ്വരം മേഖലാ സമ്മേളനം ചെറുവത്തൂരിൽ നടന്നു. COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും കേരള വിഷൻ ന്യൂസ് ചാനൽ MD-യുമായ പ്രിജേഷ് അച്ചാണ്ടി ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേറ്റുകൾക്കെതിരെ സമരം ചെയ്തവരല്ല, മറിച്ച് മറ്റൊരു ബദൽ സൃഷ്ടിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തവരാണ് കേബിൾ TV ഓപ്പറേറ്റർമാരെന്ന് പ്രിജേഷ് അച്ചാണ്ടി പറഞ്ഞു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COA നീലേശ്വരം മേഖലാ സമ്മേളനം ചെറുവത്തൂർ തേജസ്വിനി ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ പത്മേഷ് നഗറിൽ നടന്നു. വൻകിട കോർപ്പറേറ്റ് കമ്പനികൾ കേരളത്തിലെ നഗരപ്രദേശങ്ങളിൽ മാത്രം വലിയ നിരക്ക് ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കി നൽകി വരുന്ന OTT IPTV വോയിസ് സേവനങ്ങൾ കുറഞ്ഞ നിരക്കിൽ ഗ്രാമീണ മേഖലയിൽ ഉൾപ്പെടെ കേരള വിഷൻ മുഖാന്തരം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഓപ്പറേറ്റർമാർ സജ്ജരായതായി COA നീലേശ്വരം മേഖലാ സമ്മേളനം പ്രഖ്യാപിച്ചു. COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും കേരള വിഷൻ ന്യൂസ് ചാനൽ MD-യുമായ പ്രിജേഷ് അച്ചാണ്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേറ്റുകൾക്കെതിരെ സമരം ചെയ്തവരല്ല, മറിച്ച് മറ്റൊരു ബദൽ സൃഷ്ടിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തവരാണ് കേബിൾ TV ഓപ്പറേറ്റർമാരെന്ന് പ്രിജേഷ് അച്ചാണ്ടി പറഞ്ഞു. നമ്മുടെ കേരളത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിന് അതിന്റെ പുരോഗതിക്ക് ശരിക്കും പറഞ്ഞാൽ വലിയ പങ്ക് വഹിച്ച ആളുകളാണ് COA-യുടെ കീഴിലുള്ള ഓപ്പറേറ്റർമാർ. ഈ സമ്മേളനം 14ാം സമ്മേളനം പടിവാതിലെത്തിയേക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്നതാണ്. നമ്മുടെ സംഘടനയിൽ അംഗമായതിന്റെ പേരിലും നമ്മുടെ ഈ ബിസിനസ്സിൽ ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നതിന്റെ പേരിലും. COA നീലേശ്വരം മേഖലാ പ്രസിഡന്റ് ശ്രീധരൻ വെള്ളച്ചാൽ അധ്യക്ഷത വഹിച്ചു. CP ബൈജുരാജ്, രാമചന്ദ്രൻ വെങ്ങാട്, PK സുധീരൻ, ഹരീഷ് P നായർ, TV മോഹനൻ എന്നിവർ വിവിധ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. KCCL ഡയറക്ടർ അബ്ദുള്ള കുഞ്ഞി ക്ലസ്റ്റർ പ്രൊജക്റ്റും KV രാജീവൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. COA കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഷുക്കൂർ കോളിക്കര വിവിധ നേട്ടങ്ങൾ കൈവരിച്ചവരെ സമ്മേളനത്തിൽ അനുമോദിച്ചു. COA സംസ്ഥാന കമ്മിറ്റി അംഗം M ലോഹിതാക്ഷൻ, M ഗിരീഷ് കുമാർ, VV മനോജ്, K സുനിൽകുമാർ, PR ജയചന്ദ്രൻ, K പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു. കേബിൾ TV ബ്രോഡ്ബാൻഡ് വിതരണ രംഗത്തെ സാങ്കേതിക മാറ്റം, സേവനരംഗം കൂടുതൽ കാര്യക്ഷമമാക്കൽ, വരിക്കാർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കൽ തുടങ്ങിയ വിവിധ വിഷയങ്ങൾ സമ്മേളനം ചർച്ച ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കർഷകരുടെ കണ്ണുനീർ നിറഞ്ഞ് കാസർഗോഡ് ശിറിബാഗുലുവിലെ നെൽപ്പാടങ്ങൾ. വിളവെടുക്കാറായ 7 ഏക്കർ പാടത്തെ നെൽകൃഷിയാണ് ഇവിടെ വെള്ളം കയറി നശിച്ചത്. കമ്പാർ കോട്ടക്കുന്നിൽ അണക്കെട്ടിന് തടയിണ കെട്ടിയതാണ് വെള്ളം കയറുവാൻ കാരണമായത്. 10 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. മധൂർ പഞ്ചായത്തിലെ 20ാം വാർഡായ ശിറുബാഗിലുവിലെ പാടങ്ങളിൽ വെള്ളം കയറി നശിച്ചത് 10 ലക്ഷം രൂപയുടെ നെൽകൃഷി. ഒരു കൂട്ടം കർഷകരുടെ അധ്വാനം മാത്രമല്ല, അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് ഇവിടെ വെള്ളത്തിലായത്. മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിലെ കമ്പാർ കോട്ടക്കുന്നിൽ അണക്കെട്ടിന് തടയിണ കെട്ടിയതാണ് പാടങ്ങളിൽ വെള്ളം കയറുവാൻ കാരണമായത്. വെള്ളം കയറിയ പാടങ്ങളിലെ പൊൻകതിരുകൾ വേദനയോടെയല്ലാതെ നോക്കി നിൽക്കുവാനാകില്ല.
വിളവെടുക്കുവാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെയാണ് കർഷകർക്ക് ഇങ്ങനെയൊരു തിരിച്ചടിയുണ്ടായത്. മുട്ടോളം വെള്ളം കയറിയ പാടത്തിലെ കതിരുകൾ മുളച്ച അവസ്ഥയിലാണ്. വിളവെടുക്കുവാൻ ദിവസങ്ങൾ മാത്രമേയുള്ളൂവെന്നും അത് കഴിഞ്ഞ് തടയിണ കെട്ടിയാൽ മതിയെന്ന് അറിയിച്ചിരുന്നതായും എന്നാൽ തങ്ങളുടെ ആവശ്യം അംഗീകരിക്കാതെ തടയിണ കെട്ടുകയായിരുന്നുവെന്നും കർഷകർ വേദനയോടെ പറയുന്നു. 10 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് ഇവിടെയുണ്ടായത്. കർഷകർ അറിയിച്ചതിനെ തുടർന്ന് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ പാടം സന്ദർശിച്ചിട്ടുണ്ട്. നഷ്ടപരിഹാരം ലഭ്യമാക്കുവാൻ അധികൃതർ അടിയന്തരമായി ഇടപെട്ട് നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. ഇത് അനക്കെട്ടിന് പല ഇട്ടിട്ടാണ് ഇടവെള്ളം നിറഞ്ഞത്. നമ്മൾ നെൽകൃഷിയാക്കിയിട്ട് മൂരാനി 1-2 ദിവസങ്ങളെ ബാക്കി ഉണ്ടാകുമ്പോൾ വെള്ളം നിറഞ്ഞിട്ട് മൊത്തം കൃഷി തന്നെ ഫുള്ള് നാശമായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മൊഗ്രാൽ പുത്തൂർ അണക്കെട്ടിൻ്റെ പല ഇട്ടിട്ടാണ് ഇടവെള്ളം നിറഞ്ഞത്. അവർ നമ്മളെ കൃഷി ഓഫീസിൽ നിന്ന് പറഞ്ഞിട്ടാകുമ്പോൾ അവർ വന്നിട്ട് നോക്കിയിട്ട് എന്തില്ല നോക്കിയിട്ട് പോയിന്. അങ്ങനെ അവർ പറഞ്ഞ് ആടെ അവർക്ക് പ്രോബ്ലം ഉണ്ട്, അവരാടെ എന്തോ ഉപ്പ് വെള്ളം കയറുന്നു, അതിനോണ്ട് പല ഇട്ടതെന്ന്. ഇതിനെല്ലാം പരിഹാരം ഉണ്ട്. എന്താ പറഞ്ഞാൽ ഈട നമ്മളെ ഇങ്ങോട്ട് വെള്ളം വരുന്നതിന് ഒരു പല ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉപകാരമാവും. ഇപ്പോഴത്തെ കാലത്തിൽ നെൽകൃഷി ആക്കുന്ന ആൾക്കാരെ കുറവ്. അപ്പോൾ എന്ത് പ്രോത്സാഹിപ്പിച്ചാലും നമുക്ക് ഈ ഓരോരോ ആൾക്കാർ 10-30-40,000 എല്ലാം ചിലവിട്ടിട്ട് ചെയ്ത ഈ നെൽകൃഷി ഫുള്ള് വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. ഈ മൂരാനാവുമ്പോഴേക്ക് ഇങ്ങനെ വെള്ളം മുങ്ങിയിട്ട് ഇതിപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു പോയി. കുറേ ഏക്കർ കെട്ടിൽ നെല്ല് കുറേ ആൾക്കാർക്ക് നഷ്ടപ്പെട്ടിട്ട് പോയി. അപ്പോൾ ഇതിന് സംബന്ധപ്പെട്ട അധികാരികൾ ഇതിന് വേണ്ടുന്ന നടപടി എടുക്കണം. നേരത്തെ ഈ പാടങ്ങളിൽ 3 തവണ വിത്തിറക്കാറുണ്ടായിരുന്നു. ഇത്തരത്തിൽ വെള്ളം കയറുന്നത് മൂലം ഇപ്പോൾ 1 തവണ മാത്രമാണ് വിത്തിറക്കുന്നത്. അതും പകുതിയോളം പാടങ്ങളിൽ മാത്രം. വെള്ളം കയറുമെന്ന ഭീതി കാരണം 8 ഏക്കറോളം പാടമാണ് തരിശിട്ടിരിക്കുന്നത്. ഇത് തന്നെ വലിയൊരു നഷ്ടമായി നിലനിൽക്കുമ്പോഴാണ് കൃഷി ചെയ്ത പാടങ്ങളിൽ വെള്ളം കയറി കർഷകർക്ക് വൻ നഷ്ടമുണ്ടായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കനത്ത മഴയിൽ തൃക്കരിപ്പൂർ ഈയക്കാട് വീട് തകർന്നു വീണു. വീട് തകർന്ന ശബ്ദം കേട്ട് അടുക്കള ഭാഗത്തേക്കെത്തിയ വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തിങ്കളാഴ്ച രാത്രിയുണ്ടായ കനത്ത മഴയിൽ ഈയക്കാട്ടെ കാരയപ്പള്ളി ലക്ഷ്മിയുടെ ഓടുമേഞ്ഞ വീടാണ് തകർന്നു വീണത്. സംഭവം നടക്കുമ്പോൾ ലക്ഷ്മിയും മകനും നിർമ്മാണ തൊഴിലാളിയുമായ രതീഷ്, ഭാര്യ സജിനി, 7ാം തരത്തിൽ പഠിക്കുന്ന ചെറുമകനുമാണ് വീട്ടിലുണ്ടായത്. മഴ ശക്തമായി പെയ്തപ്പോൾ കിടപ്പുമുറികളുടെ മേൽക്കൂര പെട്ടെന്ന് തകർന്നു വീഴുകയായിരുന്നു. മുറിയിൽ നിന്നും ലക്ഷ്മി അടുക്കളയിലേക്ക് നടക്കുന്നതിനിടയിലാണ് വൻ ശബ്ദത്തോടെ വീട് തകർന്നു വീണത്. 28 വർഷം മുൻപ് 4 സെന്റ് ഭൂമിയിൽ നിർമ്മിച്ച വീടിന്റെ മേൽക്കൂരയാണ് തകർന്നത്. സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷ നൽകി വർഷങ്ങളായി കാത്തിരിക്കുകയാണ് ലക്ഷ്മിയും കുടുംബവും. അതിനിടയിലാണ് വീടിന്റെ തകർച്ചയുണ്ടായത്. ആ സമയത്ത് ഒരു പൊട്ടുന്ന ഒച്ച ഇട്ടിട്ട് ഇപ്പം ഇങ്ങനെ ഒരുപാട് എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞിന്. ചോർന്നൊലിക്കുന്ന വീട്ടിൽ കിടക്കാൻ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ കഴിഞ്ഞ വർഷം വീട് മുഴുവൻ പ്ലാസ്റ്റിക് ഷീറ്റിട്ട് മൂടിയാണ് കഴിഞ്ഞു വന്നത്. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. നീലേശ്വരം കോട്ടപ്പുറത്ത് ക്രൂയിസ് KL-14 ലക്ഷറി ഹൗസ് ബോട്ട് ഉദ്ഘാടനം ചെയ്തു. നീലേശ്വരം മുനിസിപ്പൽ ചെയർപേഴ്സൺ TV ശാന്ത, തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ, പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. തേജസ്വിനി പുഴയെ തലോടി മനോഹരമായ കായൽ കാഴ്ചകൾ കണ്ട് ഓളപ്പരപ്പിൽ യാത്ര ചെയ്യാൻ ശീതീകരിച്ച ഡബിൾ ഡെക്കർ AC ബോട്ട് കോട്ടപ്പുറത്ത് വെച്ച് ഉദ്ഘാടനം ചെയ്തു. നീലേശ്വരം മുനിസിപ്പൽ ചെയർപേഴ്സൺ TV ശാന്ത, തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ, പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം എന്നിവർ ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. അതിന് എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു. എല്ലാവരും ഇത് കൂട്ടായ്മയോട് കൊണ്ടുപോയി നമ്മുടെ നീലേശ്വരത്തിൻ്റെ പരിസരത്തുള്ള നമ്മുടെ പഞ്ചായത്തിൻ്റെ എല്ലാം വികസനത്തിന് വേണ്ടിയുള്ള വലിയൊരു നേട്ടമായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ശീതീകരിച്ച 2 ലക്ഷറി ബെഡ്റൂമുകളും മുകൾ തട്ടിൽ സ്പേഷ്യസ് ഡൈനിങ് ഹാൾ, ലക്ഷറി ഇരിപ്പിടങ്ങൾ എന്നിവ ബോട്ടിലുണ്ട്. ബർത്ത്ഡേ പാർട്ടി, സംഗമങ്ങൾ, വിവാഹം, വിവാഹ നിശ്ചയം, കോൺഫറൻസ്, സെമിനാർ എന്നിവ നടത്താനുള്ള AC പാർട്ടി ഹാൾ സൗകര്യവും ബോട്ടിലുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് കോൺഫെഡറേഷൻ ജനുവരി 24 നടത്തുന്ന പണിമുടക്കിന് മുന്നോടിയായി കളക്ടറേറ്റിൽ സമര പ്രഖ്യാപന റാലിയും പൊതുയോഗവും നടത്തി. നിരവധി പേർ പങ്കെടുത്തു. സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് കോൺഫെഡറേഷൻ 24 നടത്തുന്ന പണിമുടക്കിന്റെ മുന്നോടിയായി സർക്കാർ ജീവനക്കാരും അധ്യാപകരും കാസർഗോഡ് കളക്ടറേറ്റിൽ പണിമുടക്ക് വിളംബര റാലി നടത്തി. നിരവധി പേർ പങ്കെടുത്തു.
തുടർന്ന് പൊതുയോഗം നടന്നു. കളക്ടർക്ക് പണിമുടക്ക് നോട്ടീസ് നൽകി. 18% DA പിടിച്ചു വച്ചിരിക്കുകയാണ്. ഈ 18% DA പിടിച്ചു വെക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, 21 ജനുവരി മാസത്തോടു കൂടെ അടുത്തതും കൂടെ വരാൻ പോവാണ്. അതോടെ 21 ഗഡുവിലേക്ക് ഇത് പോകും. ഇങ്ങനെ പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്രയേ ഉള്ളൂ, 21 പിന്നെ കല്യാണം കഴിപ്പിച്ച് വിടുക എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ DA എന്നേക്കും ഇല്ലാതെ നിങ്ങൾക്ക് ഇനി DA ഒന്നും തരാൻ കഴിയില്ല എന്നുള്ള തരത്തിൽ അതിന് ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകാൻ പോകുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സെറ്റ്കോ ജില്ലാ ചെയർമാൻ AC അത്താവുല്ല അധ്യക്ഷത വഹിച്ചു. SCU സംസ്ഥാന ട്രഷറർ നാസർ നാങ്ങാരത്ത് സമരപ്രഖ്യാപനം നടത്തി. SCU ജില്ലാ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ നെല്ലിക്കട്ട, സെക്രട്ടറി KNP മുഹമ്മദ് അലി, KSTU ജില്ലാ പ്രസിഡന്റ് K മുഹമ്മദ് കുഞ്ഞി, സെക്രട്ടറി ഗഫൂർ ദേളി, KATF ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റ് BH നൌഷാദ്, ലത്തീഫ് പാണലം, PG യൂസഫ്, അലി അക്ബർ, സുലൈമാൻ, സിറ്റ്കോ കൺവീനർ യൂസഫ് ആമത്തല, OM ഷഫീഖ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് കൂഡ്ലു ശാസ്താനഗർ അയ്യപ്പ ഭജന മന്ദിരം 59ാമത് വാർഷികോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രതന്ത്രി ഉളിയത്തായ വിഷ്ണു അസ്ര കാർമ്മികത്വം വഹിച്ചു. കാസർഗോഡ് കൂഡ്ലു ശാസ്താനഗർ അയ്യപ്പ ഭജന മന്ദിരം 59ാമത് വാർഷികോത്സവം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ നടന്നു. രാവിലെ ഗണപതി ഹോമവും ദീപപ്രതിഷ്ഠ, ഭജന ആരംഭം, മഹാപൂജ എന്നിവ നടന്നു. തുടർന്ന് അന്നദാനം, തിരുമുൽക്കാഴ്ച സമർപ്പണം, മഹാപൂജ, മംഗളം, പ്രസാദ വിതരണം എന്നിവയും നടന്നു. ക്ഷേത്രതന്ത്രി ഉളിയത്തായ വിഷ്ണു അസ്രയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. പൂജാ ചടങ്ങുകളിൽ പങ്കെടുക്കുവാനായി നാടിന്റെ നാനാദിക്കിൽ നിന്നുമായി നിരവധി ഭക്തർ ഭജന മന്ദിരത്തിലെത്തി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം പ്രദേശത്തെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളിൽ അധികാരികൾ ഇടപെടുന്നില്ലെന്ന ആക്ഷേപം ശക്തം. നെൽവയലിലേക്ക് ജോലിക്കാരെ കിട്ടാത്തതും മഴ കാരണം നെൽകൃഷി ഒലിച്ചു പോകുന്നതും ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങളാണ് കർഷകർ നേരിടുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ സ്ത്രീകൾ ജോലിക്ക് പോകുന്നതിനാൽ നെൽവയലിലേക്ക് സ്ത്രീകളെ കിട്ടുവാനില്ലെന്നതാണ് മഞ്ചേശ്വരത്തെ കർഷകർ നേരിടുന്ന പ്രധാന പ്രശ്നം. ഒരു വർഷത്തിനുള്ളിൽ 100 ദിവസമുള്ളതാണ് തൊഴിലുറപ്പ് പദ്ധതി ജോലി. ഇടവപ്പാതയിൽ നെൽകൃഷി നടക്കുമ്പോൾ തൊഴിലുറപ്പ് മേറ്റുകൾക്ക് കൃഷിപ്പണിക്ക് കൂടി NRG അധികൃതർ അവസരമൊരുക്കിയാൽ തങ്ങൾക്കത് പ്രയോജനം ചെയ്യുമെന്ന് കർഷകർ പറയുന്നു. ഇവിടെ മൊത്തം ഇപ്പോൾ ഒരാഴ്ചയിൽ മഴ പെയ്തതുകൊണ്ട് മൊത്തം എല്ലാ നെല്ലും വെള്ളത്തിലായി. ഇതിപ്പോൾ ഈ കാണുന്ന പാടം ഇത് ഒരാഴ്ച കൊണ്ട് ഈ ഒരു പരിസ്ഥിതിയിലായത്. ഒന്നാമത് വെള്ളത്തിൻ്റെ ഈ മഴൻ്റെ പ്രശ്നം, രണ്ടാമത് അതിനെ മുറിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ഈ ഇവിടുത്തെ മഞ്ചേശ്വരത്ത് ഈ തൊഴിലുറപ്പുകാര ഒരു പ്രശ്നം കൊണ്ട് നമുക്കത് പറ്റുന്നില്ല. ആകെ അവർക്ക് 100 ഒരു കൊല്ലത്തിൽ 100 പണിയുള്ളത്. ആ 100 പണിനെ ഒരു എപ്പോഴും അഡ്ജസ്റ്റ് ആക്കിയിട്ട് പണിയെടുക്കാം. പക്ഷേ അവർ ഞങ്ങൾ കൊയ്യുന്ന സമയത്തും നടുന്ന സമയത്തും ഈ പണിക്ക് വരാണ്ട് അവർ തൊഴിലുറപ്പിൻ്റെ പണിക്ക് പോകുന്നു. പഞ്ചായത്തുകാരും ഞങ്ങൾ അവരോട് ഉദ്യോഗസ്ഥരോട് പറഞ്ഞെങ്കിൽ അവർ ഏതൊരു നടപടിയും ഇനി എടുക്കുന്നില്ല. അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ വിളവെടുക്കാനായ നെൽകൃഷി ഒലിച്ചുപോയതാണ് കർഷകരുടെ മറ്റൊരു പ്രശ്നം. ഏക്കറിന് 40 ചാക്ക് നെല്ല് പ്രതീക്ഷിച്ച കർഷകർ നിരാശയിലാണിപ്പോൾ. കൊയ്യാനെത്തിയ കതിരുകൾ പുഴയിൽ വീണതിനാലും മുളച്ചതിനാലും വലിയ നഷ്ടമാണ് കർഷകർക്കുണ്ടായത്. മഴയെ തുടർന്ന് പ്രദേശത്തെ നെൽക്കതിരുകൾ പിളർന്ന നിലയിലാണ്. 2 ദിവസം കൂടി കഴിഞ്ഞ് വിളവെടുക്കാനിരുന്ന കതിരുകളാണ് ഇത്തരത്തിൽ നശിച്ചത്. ഇതിന്റെ എല്ലാം നഷ്ടം കണക്കാക്കി കർഷകർക്ക് ഉചിതമായ നഷ്ടപരിഹാരം നൽകണമെന്നാണ് പൊതുവിൽ ഉയരുന്ന ആവശ്യം. നാളെ ഒരു മെൻസം കിട്ടുന്നില്ല. ഈ നലക്കിട്ടേ പോകുന്നാര് എന്ത് നോക്കുന്നില്ല, തിരിഞ്ഞിട്ട് മറിഞ്ഞിട്ട് ഞങ്ങൾ എന്താക്കുന്നു. ഞങ്ങൾക്ക് പഞ്ചായത്ത് ഓഫീസ് പണിയുണ്ട് ഞങ്ങൾക്ക് എന്നിട്ട് പറയുന്നാര് ചെമ്പക്ക്. ഞങ്ങൾക്ക് പിന്നെ എന്താക്കുമെന്ന് കൊന്നില്ല, ആക്കിയനെ എടുക്കണമല്ലേ ഞങ്ങൾ എങ്ങനെ എടുക്കുന്നു.
ആര് കിട്ടിയില്ല ഞങ്ങൾ എടുക്കുന്ന അങ്ങനെ ഇതെല്ലാം കൊടുത്തിട്ട് പോന്നു, ഇതാക്കിയിട്ട് പോന്നു. ഇതിൽ കൃഷിയാക്കിനി ഇപ്പൊ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. അതിനിപ്പോ വെള്ളത്തിനെങ്ങനെ എടുക്കുന്നിട്ട് അവസ്ഥ അറിയുന്ന ആടെല്ലാം മണ്ണിട്ടിട്ട് നിവർത്തിന് കണിയല്ല. ഞങ്ങൾക്ക് വന്നാൽ മൊത്തം ഇപ്പൊ വെള്ളം പോകുന്ന സ്ഥലമില്ല, കിട്ടുന്ന മാതിരി ഇല്ല. ഇനിയിപ്പോൾ ഇത് ഈ ഇല ഭയങ്കര വെള്ളം പോയിക്കൊണ്ടുണ്ട്. ഇത് ഇനി ആറിട്ട് കിട്ടണമെങ്കിൽ 10 ദിവസം എല്ലാം വേണം. അപ്പോൾ കംപ്ലീറ്റ് നാശമായിട്ട് പോകും. പിന്നെ ഈ ഇൻഷൂറെല്ലാം ഞങ്ങൾ അടച്ചിട്ടുണ്ട്. പക്ഷേ ഇൻഷൂർ അടിച്ചെങ്കിൽ ഇപ്പോൾ ഇൻഷൂറിൻ്റെ സൈറ്റ് ഓപ്പൺ ആകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് 2 ദിവസമായിട്ട് 3 ദിവസമായി ഇതിൻ്റെ ബാക്കിൽ നടക്കുന്നു. ഏത് സൈറ്റ് ഓപ്പൺ ആകുന്നില്ല, അക്ഷയയിൽ വന്നില്ല, വേറെ എവിടെയാകുന്നില്ല. ചില ആൾക്കാർ ഇൻഷൂർ ആക്കാത്ത ആൾക്കാരുണ്ട്. അവർക്ക് ഇപ്പം ഞങ്ങൾ ആക്കിയവർക്ക് തന്നെ സൈറ്റ് ഇല്ല, ഓപ്പൺ ഇല്ല. പിന്നെ മറ്റവർക്ക് എങ്ങനെ? മഞ്ചേശ്വരം താലൂക്കിൽ ദിവസങ്ങളായി വേനൽ വെയിലിൽ ജനങ്ങൾ പൊറുതിമുട്ടിയിരുന്നതിനാൽ രാത്രികാലങ്ങളിൽ പെയ്യുന്ന മഴ ആശ്വാസമാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 10 മണിയോടെ ഇടിയും മിന്നലുമായി ശക്തമായ മഴയാണ് പെയ്തത്. അരമണിക്കൂറിലധികം മഴ തുടർന്നു. കാലം തെറ്റിവരുന്ന മഴ അടക്ക, തേങ്ങ ഉൾപ്പെടെ വിവിധ തോട്ടങ്ങൾക്കും കൃഷിയിടങ്ങൾക്കും ഗുണം ചെയ്യുമെങ്കിലും നെൽകൃഷിക്കിത് നാശം വരുത്തുന്നതാണ്. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. അജാനൂർ ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആദ്യ ബാച്ചുകാരുടെ കൂട്ടായ്മയായ ഇക്ബാലിയൻസ് 1978-73 ആഭിമുഖ്യത്തിൽ നടത്തിയ ഗുരുശിഷ്യ പുനഃസമാഗമം നവ്യാനുഭവമായി. ആദര സമ്മേളനവും നടത്തി. പ്രസ്തുത കാലഘട്ടത്തിലെ വിദ്യാർത്ഥികളുടെയും ജീവിച്ചിരിപ്പുള്ള അധ്യാപകരുടെയും അരനൂറ്റാണ്ടിനു ശേഷമുള്ള കൂടിച്ചേരൽ വൈകാരികതയുടെയും ഗൃഹാതുരത്വം പേർന്ന ഓർമ്മകളുടെയും അവിസ്മരണീയമായ മുഹൂർത്തങ്ങളുടെയും വേദിയായി മാറി. അധ്യാപകരെ കാണാൻ എന്ന തലക്കെട്ടിൽ വിദ്യാലയ അങ്കണത്തിൽ സംഘടിപ്പിച്ച ഗുരുവന്ദനം പോയ കാലത്തെ ഗുരുക്കന്മാർക്കുള്ള ഗുരുദക്ഷിണയായി. സംഘടനാ ജനറൽ സെക്രട്ടറി PC സുരേന്ദ്രൻ നായർ സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് പാലക്കി അബ്ദുറഹ്മാൻ അധ്യക്ഷനായി. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള പോയകാല അധ്യാപകരായ മുഹമ്മദ് കുട്ടി മാസ്റ്റർ, K അബ്ദുറഹ്മാൻ മാസ്റ്റർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സ്കൂൾ മാനേജ്മെന്റ് ചെയർമാൻ MBM അഷ്റഫ് അധ്യാപകരെ പൊന്നാടി അണിയിച്ച ശേഷം കൂട്ടായ്മയുടെ സ്നേഹോപഹാരങ്ങൾ കൈമാറി. ഡോക്ടർ K കുഞ്ഞാമത്, PC സുരേന്ദ്രൻ നായർ, P ബാലകൃഷ്ണൻ നായർ, K രാമകൃഷ്ണൻ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. അതിൽ ചെറിയ അബ്ദുറഹ്മാൻ മാഷും വലിയ അബ്ദുറഹ്മാൻ മാഷും എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവരെയൊന്നും കാണാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. എന്തായാലും ഇവരെ തേടിപ്പിടിച്ച്, കാരണം അന്ന് ഷാഫി മാസ്റ്ററുടെ സമയത്ത്, ഷാഫി മാസ്റ്റർ ജീവനോടെയുള്ള സമയത്ത് മുഹമ്മദ് കുഞ്ഞു പറഞ്ഞ് ഞാൻ തിരുവനന്തപുരം പോയിട്ട് ഞാൻ കൂട്ടി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ പിന്നെ കണ്ടുകിട്ടിയില്ല എന്നും അന്നൊക്കെ ഒരു വളരെയേറെ വിഷമമുള്ള കാര്യങ്ങളായിരുന്നു അന്ന് പറഞ്ഞത്. എന്തായാലും അന്ന് ഈ സ്ഥാപനത്തിന് ഈ നിലയിലേക്ക്, ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്ന സ്ഥാപനം ഇന്ന് ഈ നിലയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അന്ന് ഇവരുടെയൊക്കെ ഒരു കഴിവ് തന്നെയാണ്. ഇവരുടെയൊക്കെ അന്നത്തെ ആ വിദ്യാഭ്യാസത്തോടു കൂടി അന്ന് ഈ ഭാഗത്തുള്ള കാസർഗോഡ് ജില്ല എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കം നിൽക്കുന്ന കാലഘട്ടങ്ങളിൽ ഇവരെ പോലെയുള്ള പുറത്തു നിന്ന് വന്ന് നിങ്ങളെയൊക്കെ ഈ നിലയിൽ പഠിപ്പിച്ചെത്തിയിട്ടുണ്ടെങ്കിൽ, കാരണം എൻ്റെ മുമ്പിൽ നിൽക്കുന്ന പലരും പല മേഖലകളിലും പ്രാമുഖ്യം ലഭിച്ച ആൾക്കാരാണ്. അധ്യാപകരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ 100ഓളം പേർ സംബന്ധിച്ച ചടങ്ങിൽ MBM അഷ്റഫ്, A ഹമീദ് ഹാജി, സ്കൂൾ പ്രധാനാധ്യാപകൻ അബ്ദുൽ അസീസ്, PTA പ്രസിഡന്റ് അബ്ദുറഹ്മാൻ എന്നിവർ സംസാരിച്ചു. M കുഞ്ഞികൃഷ്ണൻ ചടങ്ങിന് നന്ദി അറിയിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുളിങ്ങോം ഫെസ്റ്റ് ജനുവരി 10 മുതൽ 26 വരെ തീയതികളിൽ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. 10 വൈകിട്ട് 4:30 സ്പീക്കർ AN ഷംസിർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. പുളിങ്ങോം ബഹുജന കൂട്ടായ്മ നേതൃത്വം നൽകുന്ന പുളിങ്ങോം ഫെസ്റ്റ് 10 മുതൽ 26 വരെ തീയതികളിൽ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 10 വൈകിട്ട് 4:30 സ്പീക്കർ AN ഷംസീർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യ അതിഥിയാകും. രാത്രി 8:30 ഗാനമേള. 11 മുതൽ 14 വരെയും 19 രാത്രി 8 ലെസർ ലൈറ്റ് ഷോ നടക്കും. 15 രാത്രി 8 മെഗാ മ്യൂസിക് ട്രീറ്റ്. 16 കലാവിരുന്നും ADGP S ശ്രീജിത്തിനൊപ്പം പരിപാടിയും ഉണ്ടാകും. 17 രാത്രി 8 പ്രസീത ചാലക്കുടിയുടെ നാടൻപാട്ട്. 18 വൈകിട്ട് 6 ഉത്തരമേഖല കൈകൊട്ടിക്കളി മത്സരം. 20 രാത്രി 9 മ്യൂസിക്കൽ മെഗാ നൈറ്റ്. 21 രാത്രി 8 മ്യൂസിക് ബാൻഡ്. 22 രാത്രി 8 D4 ഡാൻസ് സ്റ്റേജ് ഷോ. 23 രാത്രി 8 സാജൻ പള്ളുരുത്തി നയിക്കുന്ന കോമഡി മാസ്റ്റേഴ്സ്. 24 രാത്രി 8 നടി നവ്യ നായരുടെ നൃത്തനിശ. 25 ജാസി ഗിഫ്റ്റ് നയിക്കുന്ന മെഗാ മ്യൂസിക്കൽ ഷോ നടക്കും. വാർത്താസമ്മേളനത്തിൽ ഫെസ്റ്റ് സംഘാടക സമിതി ചെയർമാൻ P രാമചന്ദ്രൻ, ജനറൽ കൺവീനർ അഭിലാഷ് കരിച്ചേരി, ഗജാൻജി, CM രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മരക്കാപ്പ് കടപ്പുറം സിയാറത്തിങ്കര മഖാമുറുസ് 10 മുതൽ 18 വരെ തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
ചരിത്രപ്രസിദ്ധമായ മരക്കാപ്പ് കടപ്പുറം സിയാറത്തിങ്കര മഖാം ഉറൂസ് ജനുവരി 10 മുതൽ 18 വരെ തീയതികളിൽ നടക്കും. 10 രാവിലെ ഉറൂസ് കമ്മിറ്റി ചെയർമാൻ ഷെരീഫ് കല്ലായി പതാക ഉയർത്തും. തുടർന്ന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം ജമാഅത്ത് വൈസ് പ്രസിഡന്റ് അഷ്റഫ് അഷ്റഫിയുടെ അധ്യക്ഷതയിൽ പ്രമുഖ പണ്ഡിതൻ സയ്യിദ് മഹമ്മൂദ് സഫ്വാൻ തങ്ങൾ ഏഴിമല ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ വാഗ്മി ഉസ്താദ് പേരൂട് അബ്ദുറഹിമാൻ സഖാഫി മുഖ്യപ്രഭാഷണം നടത്തും. 11 രാത്രി 8 മണിക്ക് ഇർഷാദ് സഖാഫി അൽ അസ്ഹരി മലപ്പുറം പ്രഭാഷണം നടത്തും. 12 ഗത്തം ദുആ മജ്ലിസിന് അബ്ദുൽ ജബ്ബാർ നിസാമി നേതൃത്വം നൽകും. പ്രഭാഷകനും പണ്ഡിതനുമായ സയ്യിദ് സൈനുദ്ദീൻ സഖാഫി അൽ ബുഖാരി പ്രഭാഷണം നടത്തും. 13 കണ്ണൂർ മിംസ് ഹോസ്പിറ്റലും സിയാറത്തിങ്കര മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. 14 ജില്ലാതല ഹിഫ്ലുൽ ഖുർആൻ മത്സരം നടക്കും. സയ്യിദ് ഹാരിസ് തങ്ങൾ അൽ ഹൈദ്രൂസി ബന്ദിയോട് ഹിഫ്ൽ സമാപന സംഗമത്തിന് നേതൃത്വം നൽകും. 17 സിയാറത്തിങ്കര അൽസനിയ ദഫ് സംഘത്തിന്റെ ദഫ് പ്രദർശനം നടക്കും. തുടർന്ന് നടക്കുന്ന സമാപന സമ്മേളനം കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി ബഷീർ വെള്ളിക്കോത്ത് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുത്ത് സംസാരിക്കും. ജനുവരി 18 ഉച്ചയ്ക്ക് 3 മണിക്ക് മൗലീദ് പാരായണം നടക്കും. തുടർന്ന് 10,000-ങ്ങൾക്ക് അന്നദാനം നൽകുന്നതോടെ ഉറൂസിന് സമാപനം കുറിക്കും. വാർത്താ സമ്മേളനത്തിൽ ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് വി ഷാഫി, ഉറൂസ് കമ്മിറ്റി ചെയർമാൻ ഷെരീഫ് കലായി, ഉറൂസ് കമ്മിറ്റി ജനറൽ കൺവീനർ NP ഹസൈനാർ, ജമാഅത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അഷ്റഫ് അഷ്റഫി, ഉറൂസ് കമ്മിറ്റി വൈസ് ചെയർമാൻ VC അബ്ദുല്ലാഹി സൈദി, ജമാഅത്ത് കമ്മിറ്റി സെക്രട്ടറി PN ഷാനിദ്, UAE ശാഖാ സെക്രട്ടറി T ലത്തീഫ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് പെരിയ-കുണിയ ദേശീയപാതയിൽ സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. വഴിയാത്രക്കാരനുൾപ്പെടെ 7 പേർക്ക് പരിക്ക്. ജഡ്ജിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പോലീസിനെ ഒരു രാത്രി മുഴുവനും വട്ടം കറക്കി. ഒടുവിൽ പോലീസ് പിടിയിൽ. തിരുവനന്തപുരത്തെ ഷംനാദ് ഷൗക്കത്ത് കുപ്രസിദ്ധ ഗുണ്ട. COA നീലേശ്വരം മേഖലാ സമ്മേളനം ചെറുവത്തൂരിൽ നടന്നു. COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും കേരള വിഷൻ ന്യൂസ് ചാനൽ MD-യുമായ പ്രിജേഷ് അച്ചണ്ടി ഉദ്ഘാടനം ചെയ്തു. കർഷകരുടെ കണ്ണുനീർ നിറഞ്ഞ് ശിറിപാകുലുവിലെ നെൽപ്പാടങ്ങൾ. വിളവെടുക്കാറായ 7 ഏക്കർ പാടത്തെ നെൽകൃഷി വെള്ളം കയറി നശിച്ചു. കനത്ത മഴയിൽ തൃക്കരിപ്പൂർ ഈയക്കാട് വീട് തകർന്നു വീണു. അപകടത്തിൽ വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. തേജസ്വിനി പുഴയെ തലോടി മനോഹരമായ കായൽ കാഴ്ചകൾ കണ്ട് ഓളപ്പരപ്പിൽ യാത്ര ചെയ്യാം. ശീതീകരിച്ച ഡബിൾ ഡെക്കർ AC ബോട്ട് ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.